നമ്മുടെ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാൻ നിരവധി ആളുകൾ വന്നു അല്ലേ. അതോടൊപ്പം തന്നെ ഒരു വൻ വിവാദമായി അതിൻ്റെയോടൊപ്പം തന്നെ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ദിലീപിന്റെ വിഷയം തന്നെ. അതായത് ആക്ട്രസ് നിഖില വിമൽ വന്ന സമയത്ത് മറ്റേ ദിലീപിന്റെ നോട്ടം വളരെ ഫ്രോഡ് പോലെയായി. അടുത്ത ഇര നിഖിലയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വളരെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാരണവുമില്ലാതെ ഒരു വിവാദം ഉണ്ടാക്കുക എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അതായത് ഒന്നാമത് അവിടെ ഒരു മരണ വീട്, പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്നത് മറ്റേ ഒരുപാട് 8 വർഷത്തിന്റെ ഒരുപാട് ടെൻഷനില്ലേ, ഒരുപാട് ടെൻഷനും. പിന്നെ അദ്ദേഹം വളരെയേറെ താടി വെച്ചിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഞാൻ മറ്റേ വീഡിയോ ഒരുപാട് കണ്ടു. ഇത്രയും വലിയ വിവാദം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ജസ്റ്റ് അദ്ദേഹം ഒന്ന് നോക്കി, അപ്പൊ തന്നെ കണ്ണെടുത്തു, ജസ്റ്റ് ഒരു സ്മൈലി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഈ ആളുകള് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത്. അതായത് ദിലീപ് അടുത്ത കൊട്ടേഷൻ കൊടുത്തു. അടുത്ത ഇര എന്ന് പറയുന്നത് നിഖില വിമലാണ്. അയാളുടെ നോട്ടം കണ്ട അയാളെ വളരെ ഫ്രോഡാണെന്നുള്ള രീതിയിൽ വീണ്ടും ദിലീപിനെ ഇട്ട് അലക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഈ സമയത്ത് ദിലീപിന്റെ ഭാഗത്താണ്. അദ്ദേഹം അത് അങ്ങനെ ഒരു ഇതും ചെയ്തില്ല. കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും, വെറുതെ ടാർഗറ്റ് ചെയ്തിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കാണ്. ഒരു മരണം വീട്ടിൽ ഒരാളെ താടി വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖഭാവം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. താടി വെച്ചിട്ട് അത് തന്നെ ഒരു തരം ഫ്രോഡ് ലുക്ക് പോലെ വരും താടി വെച്ചാൽ തന്നെ. അവിടെ ഒരു മരണം വീട്ടില് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്മൈലി ആണല്ലോ ഇതാകുക, അല്ലാതെ അവിടെ കിടന്ന് അട്ടഹസിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരു ഇത് കൊടുത്തു, അദ്ദേഹത്തിന്റെ പ്രസന്റ് നടുക്കി ഒരു ചെറിയ സ്മൈലിയിൽ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞു അവിടെ. അതിനെയാണ് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അലക്കുന്നത്. ദിലീപ് വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് വീണ്ടും ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ശ്രമമാണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും അംഗീകരിച്ചുകൂടാ. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ 8 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങള്. ആളുകൾ ചിരിച്ചില്ല, ഫ്രോഡായി നോക്കി, അത് ചെയ്തു ഇത് ചെയ്തു. ഓരോ ആളുകൾക്ക് ഓരോ ദിവസവും ഓരോ മൈൻഡാണല്ലോ. ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആളുകൾ